രാജശ്രീ ആദീസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് പ്ലം കേക്കാണ്. വളരെ രുചികരമായ പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. 100 ഗ്രാം പഞ്ചസാരയാണ് കാരമലൈസ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ചൂടായ ചട്ടിയിലേക്കിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പഞ്ചസാര ഉരുക്കിയെടുക്കുന്നത്. അല്പവും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പഞ്ചസാര എല്ലാം ഉരുകിയിട്ട് 200 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയ ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചൂടോടെ തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് വയ്ക്കാം. 5 ഈത്തപ്പഴം നുറുക്കിയത്, 50 ഗ്രാം ഉണക്കമുന്തിരി, 100 ഗ്രാം മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സാണ്, കാഷ്യൂ നട്ട്സ് 100 ഗ്രാം വറുത്തത് ഇതിലേക്കിടാം. 1-1.5 മണിക്കൂർ വരെ ഇത് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അടച്ചു വയ്ക്കാം. 100 ഗ്രാം ബ്രൗൺ പഞ്ചസാരയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടത്. 100 ml ഓയിൽ ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. 200 ml പാലൂടെ ഒഴിച്ച് ഈ മിക്സ് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇതൊന്ന് മാറ്റി വെച്ച ശേഷം കേക്കിന് ആവശ്യമായ മൈദ അരിച്ചെടുക്കാം. 125 ഗ്രാമിൻ്റെ 2 കപ്പ് മൈദയാണ്. 280 ഗ്രാം മൈദയുണ്ട്. അതിലേക്ക് 3/4 സ്പൂൺ ജാതിപത്രിയും ഗ്രാമ്പൂവും പട്ടയും കൂടെ പൊടിച്ചെടുത്തതാണ്. 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒന്ന് അരിച്ചെടുക്കാം. ഒന്ന് മിക്സാക്കിയ ശേഷം ഒന്നുകൂടെ അരിച്ചെടുക്കണം. ഇനി കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. മിക്സിയിൽ അടിച്ച് വെച്ച പാലിൻ്റെ കൂട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി മൈദ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള മാവും കൂടെ ഇട്ട് കലക്കിയെടുക്കാം. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാരമലൈസ് സിറപ്പിലിട്ടിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാം. നല്ല കുതിർന്ന് ഇരിപ്പുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഈ പ്ലം കേക്കിൽ ഞാൻ മുട്ട ചേർത്തിട്ടില്ല, അതുകൊണ്ട് വാനില എസൻസും ചേർത്തിട്ടില്ല. പട്ട, ഗ്രാമ്പൂ, ജാതിപത്രി ഇതിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലേവറാണ് ഈ കേക്കിന് കിട്ടുന്നത്. നെയ്യ് പുരട്ടിയ ട്രായാണിത്. അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് എല്ലാ ഭാഗവും ഒന്ന് കുടഞ്ഞെടുക്കാം. കേക്ക് തയ്യാറാക്കുന്ന പാത്രങ്ങളിലൊന്നും വെള്ളം ഈർപ്പം ഒട്ടും പാടില്ല. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഈ കേക്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർക്കാവുന്നതാണ്. ചെറിയോ മിക്സ്ഡ് ജാമോ ഒക്കെ ചേർക്കാം. കുക്കർ നേരത്തെ തന്നെ ഒരു 10 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതിനിപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേക്കിൻ്റെ ബാറ്റർ വയ്ക്കുന്നത്. അടച്ച് വിസിലൊന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം. അല്പം കൂടെ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് വെക്കണമായിരുന്നു. പക്ഷേ കേക്ക് കുറച്ചൊന്ന് പൊങ്ങിയ ശേഷമാണ് വെക്കുന്നത്. അല്പം ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ വെച്ചത്. ഏകദേശം ഒരു 40-45 മിനിറ്റ് ആയപ്പോൾ തന്നെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല വേവായിട്ടുണ്ട്. അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയായ കേക്കാണിത്. കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മുറിച്ച് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.